എന്ന പാക് പട്ടാള മേധാവി. ഇതുപോലൊരു നരാധമനെ ഇതിനു മുൻപ് പട്ടാള മേധാവിയായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിനും വേണ്ടി മാത്രമായി ഇയാൾ ഇന്ത്യാ വിരുദ്ധത പറയാനും ഇന്ത്യയെ തകർക്കാനുമായി ഇങ്ങനെ കച്ച കെട്ടി നടക്കുകയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അസീം മുനീറിൻ്റെ ചെയ്തികൾ ഇന്ത്യക്കുണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്. തിരിച്ച് 8ൻ്റെ പണി ഇന്ത്യ കൊടുക്കുമ്പോൾ പിന്നെ അസീം മുനീർ ബംഗറിൽ ഒളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇമ്രാൻഖാൻ പറയുന്ന ചില കാര്യങ്ങളാണ് വലിയ രീതിയിൽ പുറത്തു വരുന്നത്. അതായത് ഇയാൾക്ക് മതഭ്രാന്ത് മാത്രമല്ല, പെണ്ണുങ്ങളും ഒരു ഭ്രാന്തെന്നാണ്. അതായത് വല്ലവൻ്റെയും ഭാര്യയെയും ഇയാൾ ഭയങ്കരമായി ആഗ്രഹിക്കും. അത് കിട്ടാതെ വരുമ്പോൾ ഭർത്താവിനെ പിടിച്ച് ജയിലിലിടും. ഇതാണ് ഇമ്രാൻഖാൻ പറഞ്ഞതിലെ ചുരുക്കം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാര്യമല്ലോ. അതായത് ഇമ്രാൻഖാൻ പറയുന്നത്, പാക് സൈനിക മേധാവി അസീം മുനീറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങാതെ വന്നതോടെ തൻ്റെ ഭാര്യയായ ബുഷറ ബീബിയെ കള്ളക്കേസ് ചുമത്തി സൈന്യം ജയിലിൽ അടച്ചെന്നും ഇമ്രാൻ പറയുന്നുണ്ട്. 14 മാസമാണ് ബുഷറയെ കരുതൽ തടങ്കലിലിട്ട് പീഡിപ്പിച്ചെന്നും തീർത്തും മനുഷ്യത്വരഹിതമാണ് ഇടപെട്ടതെന്നും ഇമ്രാൻഖാൻ പറയുന്നു. ഇമ്രാൻ്റെ ഭരണകാലത്ത് അസീം മുനീറിനെ ISI മേധാവിയുടെ പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. ഇതിന് പിന്നാലെ സ്ഥാനം തിരിച്ചു കിട്ടുന്നതിനായി ഇടനിലക്കാർ വഴി ബുഷ്രയുമായി ബന്ധപ്പെടാൻ മുനീർ ശ്രമിച്ചെന്നാണ് എക്സിലെ വെളിപ്പെടുത്തൽ. അസീം മുനീറിൻ്റെ ആവശ്യം നിരസിച്ച ബുഷ്ര ഭരണപരമായ കാര്യങ്ങളിലും തീരുമാനങ്ങളിലും താൻ ഇടപെടില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രതികാരമായാണ് കള്ളക്കേസുകളിൽ കുടുക്കി ബുഷ്രയെ തടവിലാക്കിയതെന്നും യാതൊരു രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളും താൽപ്പര്യവുമില്ലാതെ സ്വകാര്യ ജീവിതം നയിച്ച അവരെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഇമ്രാൻ കുറിച്ചത്. ബുഷ്രയ്ക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും ഇതുവരെയും തെളിയിക്കാനായില്ല എന്നും ഇമ്രാൻഖാൻ പറയുന്നു. കഴിഞ്ഞ 4 ആഴ്ചയായി ഭാര്യയെ കാണാൻ തന്നെ അനുവദിച്ചിട്ടില്ല. തന്നെയും തൻ്റെ പാർട്ടിയും രാഷ്ട്രീയമായും അല്ലാതെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. 2023 മെയ് 9 ആക്രമണങ്ങളിൽ തെക്ലീഫ് ഇ ഇൻസാഫ് അനുയായികളായ 11 പേർ കുറ്റക്കാരാണെന്ന് പാക് കോടതി വിധിച്ചിരുന്നു. 72കാരനായ ഇമ്രാനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അനുയായികൾ ഇസ്ലാമാബാദിലെങ്ങും ആക്രമണവും അഴിച്ചുവിട്ടിരുന്നു. പൊതുസ്ഥലത്തെ വസ്തുവകകൾ നശിപ്പിച്ച പ്രവർത്തകർ വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കി. വിവിധ കേസുകളിലായി റാവൽപിണ്ടിയിലെ അഠ്യാല ജയിലിലാണ് ഇമ്രാൻ. പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യക്കെതിരായ സൈനിക നടപടിക്കും പിന്നാലെ അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. 2018 കാലയളവിൽ ISI മേധാവിയായിരുന്ന ജനറൽ മുനീർ 2022 നവംബറിലാണ് പാകിസ്ഥാന്റെ കരസേനാ മേധാവിയാകുന്നത്. 1 വർഷത്തിന് ശേഷം പാർലമെന്ററി നിയമ ഭേദഗതിയിലൂടെ കാലാവധി 5 വർഷമായി ഉയർത്തിയിരുന്നു. സാധാരണ സേനാ മേധാവിയുടെ കാലാവധി 3 വർഷമാണ്. എന്തായാലും അസീം മുനീർ ഈ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങൾ മാത്രമല്ല, ഇന്ത്യക്കെതിരെ മതഭ്രാന്ത് ഉയർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ മാത്രമല്ല, ഇയാൾ ഇമ്രാൻഖാൻ്റെ ഭാര്യയും സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് എക്സിൽ ഇമ്രാൻഖാൻ തന്നെ കുറിക്കുകയാണ്. തൻ്റെ ഭാര്യയെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നും തൻ്റെ ഭാര്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അവർ അതിൽ വഴങ്ങാത്തത് കൊണ്ട് അവരെ കരുതൽ തടങ്കിൽ വച്ചിരിക്കുകയാണെന്നുമൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായി ഇപ്പോൾ ഇമ്രാൻഖാൻ പറയുന്നത്. അതായത് അസീം മുനീർ ഒരു കരസേനാ മേധാവിക്ക് അപ്പുറം അയാളൊരു ഖുറാൻ മുഴുവൻ പഠിച്ച് ഹൃദയസ്ഥനാക്കിയതിന് ശേഷം അതിലെ നല്ല കാര്യങ്ങളല്ല അവിടുത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾക്കും യുവാക്കൾക്കും ഇടയിൽ അയാൾ പ്രചരിപ്പിക്കുന്നത്. അതിലെ കാര്യങ്ങളെടുത്ത് വളച്ചൊടിച്ച് അതിനെ ഒരു വിഷമായി യുവാക്കളുടെ മനസ്സിൽ കുത്തിവെച്ച് അവരെ ഭീകരവാദികളാക്കാനും ചാവേറുകളാക്കാനും ശ്രമിക്കുന്ന ഒരു നരാധമനാണ് ഈ അസീം മുനീർ എന്ന് പറയുന്ന പാക് കരസേന മേധാവി. ഇയാൾക്ക് ഒരുപാട് പാക് സ്നേഹികൾ ഇന്ത്യയിലുണ്ട്. ഈ അസീം മുനീറിനെ സ്നേഹിക്കുകയും പാകിസ്ഥാനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ പാക് സ്നേഹികൾ ഇന്ത്യയിലുണ്ട്. ഇവർക്കൊക്കെ വീരപുരുഷനാണ് അസീം മുനീർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും രാജ്യസ്നേഹികൾക്കൊക്കെ ശത്രുക്കളാണ്. കശ്മീർ ഞങ്ങളുടെ സ്ഥിരകളിൽ ഒഴുകുന്ന രക്തമാണ്, കശ്മീർ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ കഴിയും മുമ്പെയാണ് പഹൽഗാമിൽ ആക്രമണം നടന്നതും നമ്മളുടെ 26 സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ ഇല്ലാതായതും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇമ്രാൻഖാൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ പട്ടാളമാണ് ഭരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകാം. ഷഹബാസ് ഷെരീഫിനും നാളെ അവസ്ഥ ഇത് തന്നെയായിരിക്കാം.
ഷഹബാസ് ഷെരീഫിനോട് അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫ് അസീം മുനീറിനോട് ഏതെങ്കിലും തരത്തിൽ പെരുമാറിയാൽ, എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ ഇതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫിൻ്റെ ഭാര്യയും തടങ്കലിലാക്കാം, അദ്ദേഹത്തെയും പിടിച്ച് ജയിലിലിടാം. കാരണം അവിടെ പട്ടാളമാണ് ഭരിക്കുന്നത് മുഴുവൻ. പട്ടാളത്തിനപ്പുറം എന്തെങ്കിലും തരത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്ന് ഷഹബാസ് ഷെരീഫിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ്. പല സത്യങ്ങളും പലപ്പോഴും ഈ മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്ന് പാകിസ്ഥാനിലിരുന്ന് വിളിച്ചു പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫിൻ്റെ തല കാണില്ല. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്ന് പറയും, ഞങ്ങളുടെ വിമാനങ്ങൾ ഇന്ത്യ തകർത്തു, ഞങ്ങൾക്ക് വളരെ കനത്തമായ പ്രഹരം ഇന്ത്യ ഉണ്ടാക്കി, ഞങ്ങളുടെ ഡ്രോണുകൾ മുഴുവൻ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി, ഇന്ത്യയെ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല, ഞങ്ങളുടെ ഭൂമിയൊക്കെ വരൾച്ചയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് മോങ്ങുന്നതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്നാണ്. നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ ആയുധങ്ങൾ, നമ്മുടെ സുഖോയ്, നമ്മുടെ ആകാശ് മിസൈൽ, ഇതിൻ്റെയൊക്കെ കൂർത്ത മുനകൾ എത്രയാണ് എന്നുള്ളതും ഇതിൻ്റെയൊക്കെ വീര്യം എത്രയാണെന്നുള്ളതും കൃത്യമായി പാകിസ്ഥാനും അസീം മുനീറും ഒക്കെ അറിഞ്ഞതാണ്. ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യ അടിച്ചത് മുതൽ അത് അവസാനിക്കുന്നത് വരെ അസീം മുനീർ ബംഗറിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയെ ഭയന്ന് വിറച്ച് ബംഗറിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ചിന്തിക്കും മുമ്പ് 22 സെക്കൻഡ് കൊണ്ട് ഇന്ത്യ എല്ലാം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു. ഇവിടുത്തെ പാക് സ്നേഹികൾക്ക് സഹിക്കുന്നില്ല, പ്രത്യേകിച്ച് പപ്പുമോന്. പപ്പുമോൻ നിലവിളിക്കുകയാണ്, ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് പാകിസ്ഥാൻ തകർത്തത് അത് പറയൂ, അത് കേട്ടിട്ട് ഞാനൊന്ന് സന്തോഷിക്കട്ടെ, അതാണ് എനിക്ക് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ്. എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ എപ്പോഴും അത്ര നല്ലതല്ല. ഇമ്രാൻഖാൻ ഭരിച്ചിരുന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ഇമ്രാൻഖാനും പലപ്പോഴും ഇന്ത്യക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യയെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ പലപ്പോഴും അക്രമങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുകയും ഭീകരരെ നുഴഞ്ഞ് കയറ്റിക്കൊണ്ട് പലപ്പോഴും നമുക്കെതിരെ വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്ന അസീം മുനീർ തന്നെ ഇമ്രാൻഖാൻ തന്നെ പറയുന്നു, അസീം മുനീറിനെ കാരണം ജീവിക്കാൻ കഴിയുന്നില്ല തൻ്റെ ഭാര്യയ്ക്ക് പോലും എന്നതാണ് അവസ്ഥ. എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി അവസ്ഥയും ഒക്കെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇമ്രാൻഖാന് 14 വർഷമാണ് അദ്ദേഹത്തിന് തടവ് ശിക്ഷ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വീട്ട് തടങ്കലിലാണ്. അവർക്കെതിരെ ഒരു കുറ്റം പോലും തെളിയിക്കാൻ അസീം മുനീറിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും അവരെ വീട് തടങ്കലിൽ വെച്ച് മാനസികമായി പീഡിപ്പിക്കുകയാണ്. അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അവരെ വല്ലാത്ത രീതിയിൽ അവരെ ഉപദ്രവിക്കുകയാണ്. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എനിക്കവരെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഒരു മുൻ പ്രധാനമന്ത്രി ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായായിരിക്കും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് പോലും രക്ഷയില്ല എന്നുള്ളതാണ്. അസീം മുനീറിന് ഇമ്രാൻഖാൻ്റെ ഭാര്യയെ സ്വാധീനിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെയും തടങ്കലിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മതഭ്രാന്ത് മാത്രമല്ല മറ്റ് പല ഭ്രാന്തുകളുമുണ്ട് എന്ന് പറയാതെ പറഞ്ഞു പോകുകയാണ്.